ഹലോ, ഇന്ന് ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പോവുകയാണ്. ഞാൻ റീൽസൊക്കെ ആ മല്ലിക വളഞ്ഞ റീൽസൊക്കെ എടുത്ത വീട്ടിലേക്കാണ്. അതെൻ്റെ അമ്മയുടെ വീടാണ്. അച്ഛനും അമ്മയും ബഹ്റൈനിക്ക് പോയപ്പോൾ ഞാനിപ്പോൾ അവിടെയാണ് കേട്ടോ. അവിടെ നിന്നാണ് സ്കൂൾ പോക്കൊക്കെ ഇത്രയും കാലം. അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് ഇപ്പം അങ്ങോട്ടാണ് പോകുന്നത്, കാറിലാണ് പോകുന്നത്. ഞാൻ ഒരു റീലും കൂടി പുതിയതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയ കാരണം അത്ര റീൽസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒന്ന് കുറച്ച് ദിവസം അവിടെ ആയിരുന്നു, അതൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ നില ബോട്ടിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ നില ബോട്ടിൽ എത്തി ഇറങ്ങായി. അതിന് ശേഷം ഹീൽ ചെരുപ്പും കൊണ്ട് നടക്കാൻ പറ്റുമ്പോൾ അത്ര ഇതുണ്ടായിരുന്നില്ല. ഈ മെറ്റൽസ് കാരണം നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാം ചീത്തമാമല്ലോണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഫുൾ എൻട്രിയാണ്. ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, എല്ലാത്തിനും കയറാട്ടോ. എനിക്ക് ബോട്ടിംഗ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ പാർക്കിൽ കളിക്കാമെന്ന് പറഞ്ഞു. അവിടെ ഞാൻ നടന്ന് കുറേ കാഴ്ചയൊക്കെ കിടന്നു. ബലൂണൊക്കെ ചേച്ചിക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ചേച്ചിക്ക് ഇഷ്ടമാട്ടോ ബലൂൺസൊക്കെ. അപ്പം ഞങ്ങൾ നടന്നവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല ഇഷ്ടമാണ് എനിക്ക്. ഞാനിവിടേക്ക് എപ്പോൾ നോക്കിയാലും വരും, എപ്പോഴും വരണം പറഞ്ഞ് കരയുന്ന സ്ഥലമാണ്. അടിപൊളി കാഴ്ചയൊക്കെ ഉണ്ട്. ഊഞ്ഞാല ആടുകയാണ്. പിന്നെ ഞാൻ ഊഞ്ഞാലാടുമ്പോൾ നല്ല ഇഷ്ടമാണ്. ഞാൻ കുറേ നേരം ഊഞ്ഞാലാടി. ഇവിടെ ട്രെയിന് പോവുകയാണ്. അപ്പോൾ ഇവിടെ ബോട്ടിങ് ആൾക്കാരൊക്കെ പോകുന്നു. ഭാരതപ്പുഴയുടെ സൈഡിലായിട്ടാണ് നില ബോട്ട് ക്ലബ്ബ് ഉള്ളത് കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് കാറ്റൊക്കെ കൊള്ളുകയാണ്. പിന്നെ അവിടെ പാർക്കുണ്ട് കേട്ടോ. പാർക്കിലൊക്കെ കളിക്കാറുണ്ട്. അവിടെ ജമ്പിങ് സംഭവം, അവിടെ ചെരുപ്പ് ഒഴിച്ചാൽ കളിക്കാൻ പോകും. പിന്നെ ഈ സംഭവത്തിൽ കയറിക്ക് നല്ല ഇഷ്ടമായി സംഭവം. ഇതിലെനിക്ക് സ്പെൻഡ് ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ കുറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. മുകളിൽ കയറി താഴ്ത്തിക്ക് ഇറങ്ങാം, പിന്നെ മുകളിൽ കയറി താഴ്ത്തിക്ക്, ഉള്ളിൽ കയറി ചാടി മറിയുക, ഇതൊക്കെയായിരുന്നു. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. കുറേ നേരം ഞാൻ ഇതിലാണ് സ്പെൻഡ് ചെയ്തത്. ഞാൻ ഇറങ്ങണില്ല, കളിച്ചിട്ടും മതിയാവണേ ഇല്ല. ബോട്ടിങ്ങിനൊക്കെ പോകണം ചോദിച്ചു. എനിക്ക് തന്നെ മതി പറഞ്ഞു. ഞാൻ നല്ല വാശി പിടിച്ചു. എന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെ വാശി പിടിച്ചിട്ട് ഇതിൽ കയറി. പിന്നെ അതൊക്കെ ജിതേഷ് മാമ നമ്മൾ പറഞ്ഞതൊക്കെ വാങ്ങിച്ചു തരും. പിന്നെ ഞാൻ ഊഞ്ഞാലാടിയിട്ട് നേരെ പോയിട്ട് ഞാൻ ഐസ്ക്രീം കഴിക്കാനാണ്. ഐസ്ക്രീം ഞാൻ വാങ്ങിച്ച ഫ്ലേവർ ചോക്ലേറ്റ് ആയിരുന്നു. ചേച്ചി വാങ്ങിച്ച ഫ്ലേവർ സ്ട്രോബെറിയാണ്. ഇനി ഞങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ കുളിച്ച് ഫ്രഷായി ചോളക്കൊക്കെ കടിച്ച് കഴിക്കുക. നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.